വലിപ്പമുള്ള കിഴങ്ങാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മളൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൻ്റെ കിഴങ്ങ്. അതുപോലെ തന്നെ തണ്ടുകൾക്കും വേരുകൾക്കൊക്കെ നല്ല കട്ടിയുണ്ട്. നമ്മൾ കുറച്ച് നേരം കൂടി ഇത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ടാണ് ഈ ഒരു പോട്ട് റീപോട്ട് ചെയ്യുന്നതെങ്കിൽ ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ കിഴങ്ങുകളൊക്കെ അത്യാവശ്യം ഒരു ഭാഗത്തുനിന്ന് കട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിൽ നമുക്ക് ചെടി റീപോട്ട് ചെയ്ത് കൊടുക്കണം. ഇത്രയും വലുപ്പമായി ഇത്രയും ഒരുപാട് തൈകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം റീപോട്ട് ചെയ്യാൻ നോക്കണം. പിന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ട് ഇതിൻ്റെ നല്ല മൂത്ത തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. റീപോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മണ്ണിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള പോട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് പ്ലാന്റ് റീപോട്ട് ചെയ്യാം. ഏകദേശം നമ്മൾ ഒരു കാലം എന്നില്ല, നമ്മളെ പ്ലാന്റ് നന്നായിട്ട് തഴച്ച് വളർന്ന് ആ ഒരു പോട്ട് തിങ്ങി നിറഞ്ഞ് കിടക്കുകയാണെങ്കിൽ റീപോട്ട്